അഗെയിൻ ഗുഡ് മോർണിംഗ്. അങ്ങനെ ജർമ്മനിയിൽ ഇന്നിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞില്ല ഇന്നലെ രാത്രി ഒരു കാസിലിൽ പോകുന്നത്. അതിനിപ്പോൾ മോർണിംഗ് 7 മണിക്ക് എണീറ്റായി പോകുന്നത്. നല്ല തണുപ്പുണ്ട്. പിന്നെ ജാക്കറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഊരിട്ടോ. പിന്നെ അത് ആ കാസിലിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ന്യൂസ് ക്വാൻസ്റ്റൈൻ കാസിൽ. അത് കുറച്ച് പണി ആ പേര് പറയാൻ. ഇപ്പോൾ ജർമ്മൻ പേര് കുറച്ച് ടഫാണ്. നമുക്ക് കുറച്ച് സമയം എടുക്കുമെന്ന് പഠിച്ച് വരാൻ. പിന്നെ പ്രൊനൗൺസിയേഷന് കുറച്ച് സീനാണ്. എന്തായാലും ഇനി ഒരു 4 മണിക്കൂറുണ്ട് ട്രെയിനിൽ. 2 ട്രെയിൻ മാറിയൊക്കെ കയറിയിട്ട് പോകണം. ഞാൻ പോകുന്ന വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. പിന്നെ ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു യൂണിവേഴ്സിറ്റീൻ്റെ പേരുണ്ട്, ഹോം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. ആ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്നാണ് അവിടെ ഇത് ജർമ്മനിലാണ്. പിന്നെ ഇതൊരു ബിൽഡിങ്ങാണ്, അതും ഒരു ബിൽഡിങ്ങാണ്. അത് നമ്മളെ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ മൂപ്പരാണിത് കണ്ടുപിടിച്ചത്, ഒരു ജർമ്മൻകാരനാണ്. പിന്നെ ജോർജ് സൈമൺ ഹോം. അങ്ങനെ ജോർജ് സൈമൺ ഹോമിൻ്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റി നമ്മൾ നേരത്തെ കണ്ടത്. എന്തായാലും അതൊക്കെ ബിടെക്കിനൊക്കെ കുറേ പഠിച്ചതാണ്. കാരണം മൂപ്പരുടെ പേരിലുള്ളൊരു യൂണിവേഴ്സിറ്റി കാണുക എന്ന് തന്നെ പറഞ്ഞാൽ വലിയൊരു തന്നെ അല്ലേ. എന്തായാലും ആ യൂണിവേഴ്സിറ്റി ഒക്കെ ഒന്ന് കാണാൻ പറ്റി. അടിപൊളി. ഇതാണ് ന്യൂറംബർഗിൻ്റെ ഒരു ന്യൂ സിറ്റി എന്ന് പറയുന്നത്. ആ ബിൽഡിംഗ് ഒക്കെ കീഴിൽപ്പെട്ടാണ്. ഇങ്ങോട്ടൊക്കെയാണ് കുറേ പുതിയ ബിൽഡിങ്ങുള്ളത്. പിന്നെ നമ്മൾ ഇന്നലെ പോയതൊക്കെ അത് ഓൾഡ് ടൗൺ ആയിരുന്നു, ഓൾഡ് സിറ്റി. അങ്ങനെ ഞങ്ങൾ ന്യൂറംബർഗിൽ നിന്ന് മ്യൂണിക്കിലോട്ട് പോവാണ്. അപ്പോൾ മ്യൂണിക്കിൽ നിന്നാണ് പിന്നെ ഒരു കണക്ഷൻ എടുത്തിട്ട് ആ കാസിലോട്ട് പോകേണ്ടത്. ഞങ്ങൾ നല്ല ട്രെയിനിലത്ത് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അങ്ങനെ പോവാണ്. പിന്നെ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കേസാണ് ഈ ജർമ്മനിയിലെ ട്രെയിൻ യാത്ര. അടിപൊളിയാണ്. ന്യൂറംബർഗിൽ നിന്ന് മ്യൂണിക്കിലേക്ക് പോകുന്ന വഴി അതെന്ന് വെച്ചാൽ 2 ട്രെയിൻ മാറിക്കയറണം. പിന്നെ ഇനിയിപ്പോൾ ഒന്ന് ഇറങ്ങിയിട്ട് അടുത്തയിലേക്ക് പോവാണ്. പിന്നെ ട്രാൻസ്ഫർ ടൈം ഒക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് പോയി അടുത്തയിൽ കയറുക. പിന്നെ ന്യൂറംബർഗ് എത്തിയിട്ട് വേണം ഇനി അടുത്ത ട്രെയിൻ പിടിച്ച് കാസിലോട്ട് പോകാൻ. ചിലപ്പോൾ ഒന്ന് മ്യൂണിക്കൊന്ന് ജസ്റ്റ് കറങ്ങും ട്രെയിൻ ഡിലേ ആണെങ്കിൽ. ഇതാണ് ഇവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ. മറ്റേ ഊട്ടിയിലൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ കുന്നും മല അതിൻ്റെ ഇടയിൽ കുറേ ട്രെയിൻ. പിന്നെ അങ്ങോട്ടൊക്കെ എന്തോ റെസിഡൻഷ്യൽ ഏരിയ എന്ന് തോന്നുന്നു, കുറേ വീടൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾ മ്യൂണിക്കിലോട്ടുള്ള ട്രെയിൻ കയറി. സൈഡൊക്കെ എന്ത് രസമാണ്. ഇവിടെ ഒട്ടുമിക്ക വ്യൂ ഇങ്ങനെയാണ്. കുറേ കൃഷിപ്പാടങ്ങൾ, പിന്നെ അപ്പുറത്തൊക്കെ കുറേ അപ്പാർട്ട്മെൻറ്റുകൾ. നല്ല ഭംഗിയുണ്ട്. എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ജർമ്മനിയിലെ ട്രെയിൻ യാത്ര ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്. മ്യൂണിക്കൊക്കെ പോകുന്നതിൻ്റെ അടുക്കുള്ളൊരു സ്റ്റോപ്പിൻ്റെ പേരാണ് കിസ്സിങ്. മ്യൂച്ചൻ ഹൗഫ് ബാനോഫ്. അതൊക്കെ HBF. നമ്മളെ നാട്ടിലൊക്കെ സ്റ്റേഷൻ എന്നൊക്കെ പറയില്ലേ, സെൻട്രൽ സ്റ്റേഷൻ, മെയിൻ സ്റ്റേഷൻ. അതിനാണ് HBF ഹൗഫ് ബാനോഫ്. വോക്സ് വാഗൺ ഓഡിയോ ഉണ്ട്. ഒരുപാട് നിർത്തിയത് അല്ല ട്രെയിനിൽ. ഇവിടെ അടുത്ത് ഇതുണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ലേ. ഈ ഓഡി, ലെൻസ്, വോക്സ് വാഗൺ, അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കമ്പനീസ്, ജർമ്മൻ മെയ്ഡ്. ന്യൂറംബർഗിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ ട്രാവലിന് ശേഷം നമ്മൾ മ്യൂണിക്ക് തന്നെ എത്തി. നമ്മൾ പ്രാഗിൽ നിന്ന് കറക്റ്റ് വന്നേയില്ലായിരുന്നു ഒരു സിറ്റി, അതന്നെ മ്യൂണിക്ക്. ഞാൻ ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്തത് അവിടെ തന്നെ എത്തി. ഇനി ഇവിടുന്ന് ഒരു BMW-ൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് വേണം ആ കാസിലോട്ട് പോകാൻ. അപ്പോൾ ട്രെയിന് കുറച്ച് സമയമുണ്ട്. 2:45 ട്രെയിൻ വരുന്നത്. ഇപ്പോൾ ഏകദേശം 12:45 അപ്പോൾ ആ മ്യൂസിയം കൂടിയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെന്തായാലും എനിക്ക് ഭയങ്കര ക്രേസാണ് ഈ ഓട്ടോമൊബൈൽ, കാറുകളൊക്കെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ BMW-ൻ്റെ നാടാണല്ലോ ജർമ്മനി. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആ BMW-ൻ്റെ മ്യൂസിയത്തേക്ക് പോകാൻ തന്നെ 2 മെട്രോ മാറി കയറണം, ഊബാനിൽ കയറണം. പിന്നെ നമ്മളിപ്പോൾ ആറി എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ലിമിറ്റഡ് സ്റ്റോപ്പുള്ള അതിൽ വന്നിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ ഊബാൻ മെട്രോ കയറിയിട്ട് 2 സ്റ്റോപ്പ് കയറിയിട്ട് വേണം ആ BMW-ൻ്റെ മ്യൂസിയത്തിലോട്ട് പോകാൻ. അപ്പോൾ അതിൻ്റെ പരിപാടി നോക്കട്ടെ. അങ്ങനെ മ്യൂണിക് സെൻട്രൽ സ്റ്റേഷനിൽ ഞങ്ങൾ BMW-ൻ്റെ ആ മ്യൂസിയത്തിൻ്റെ അടുത്തെത്തി. ഇതൊക്കെ ഒരു ബിൽഡിങ്ങാണ്. അവിടെ അതിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്നതാണ് മെയിൻ. അങ്ങോട്ടേക്ക് ഇപ്പോൾ നടക്കണം. ഞാൻ ശരിക്കും എക്സൈറ്റഡാണ്. കാരണം BMW എന്നാട്ടോ പറയുക, ബഹ്റിഷെ മോട്ടോ എൻ വിയാക്ക്. അത് ജർമ്മൻ വേർഡാണത്. BMW എന്ന് അവിടെ പറയാം. ഓ ഏതാ ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന വണ്ടിയാണ്. ഇതൊക്കെ BMW എന്നൊക്കെ പറഞ്ഞിട്ട്
പക്ഷേ ഇതിപ്പോൾ അതിൻ്റെ നാട്ടിൽ അതിൻ്റെ ആ കമ്പനിയിൽ അതിൻ്റെ മ്യൂസിയത്തിൽ വന്നതാ. ഓ പോർഷെ ചെയ്തോ, അതാണ് ആ ടവറ്. BMW എംബ്ലം കണ്ടില്ല മുകളിൽ. ഓ പൊളി. അങ്ങോട്ട് പോയി നോക്കട്ടെ. അതിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് ഒരു ചെറിയ ബിൽഡിങ്. ഇവിടെ BMW പിന്നെ ഷോറൂമിൽ തന്നെ മിനി കൂപ്പറോ റോൾസ് റോയ്സ് ഒക്കെ ഇവർ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിലൂടെ കയറിയിട്ട് ഈ പാലം വഴി അങ്ങനെ അങ്ങോട്ടേക്ക് പോവാം. അതാ ഞാൻ ഫസ്റ്റ് എൻട്രി ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓ മൈ ഗോഡ്, ഫുള്ള് മറ്റേ ഹൈബ്രിഡ്. ഏതാ വണ്ടികളൊക്കെ അവിടെ, കിടില വണ്ടികൾ ഒക്കെ BMW, iX, M60 ഒക്കെ. അതാ അങ്ങനെ സീൻ. ഇതാ ബൈക്കും ഉണ്ട് കേട്ടോ. അതായത് മിനി കൂപ്പർ, പുതിയ ഇലക്ട്രിക് ആയതൊക്കെ. പിന്നെ അവിടെ പറ്റ പണ്ടത്തെ സാധനമുണ്ട്, മിനി ക്ലാസിക്. ഇത് BMW i7 M70. ഏതാ കളറൊക്കെ സീൻ വണ്ടി. ഇത് BMW M4 ആയത്. ഇതൊരു എന്താ പറയുക, മോഡിഫൈ ചെയ്ത് സെറ്റാക്കിയതാ. താഴെയൊക്കെ കാർബൺ ഫൈബറൊക്കെ, വീലൊക്കെ സെറ്റ് ചെയ്തതാണ്. മിറർ, ഓ ഏതാ വണ്ടി സീൻ. ബാക്കിൽ ലാമ്പ് കണ്ടില്ലേ, ബാക്ക് ലാമ്പ്. ഓഫ് സീൻ സാധനം. ഇത് മിനി കൂപ്പറിൻ്റെ സെക്ഷനാണ്. ഒക്കെ ഇപ്പോൾ ഹൈബ്രിഡ് ഇലക്ട്രിക് ഒക്കെ തന്നെ വരുന്നത്. അതൊക്കെ മിനി കൂപ്പർ എസ്, ജോൺ കൂപ്പർ വർക്ക്സ് ഒക്കെ ചെയ്യുന്ന വണ്ടികളാണ്. എന്നുവെച്ചാൽ പിന്നെ ഈ കമ്പനി തന്നെ നമ്മളെ മോഡിഫൈ ചെയ്ത് തരും. ഇതൊക്കെ ഏതാ കളറ് സീൻ. ഇതൊക്കെ ഉണ്ട്, ജോൺ കൂപ്പർ വർക്ക്സ് ചെയ്തതാണ്. എന്നുവെച്ചാൽ എക്സോസ്റ്റൊക്കെ പൊളിയായിരിക്കും. ഇത് മിനി എയ്സ്മാൻ SE, ഇത് കൺട്രിമാൻ. ഇതൊക്കെ കുറച്ച് 5 ഡോർ ആയിട്ട് വലുതായിട്ട് വരുന്ന. ഇത് മിനി ക്ലാസിക് ഫസ്റ്റ് ഇറക്കിയ സാധനം. ഇതൊക്കെ ഒരു ക്യൂട്ട് വണ്ടി. ഇതിലൊക്കെ ആൾക്കാർ കയറുക, ചെറിയ സാധനം പക്ഷെ ക്യൂട്ടാ. ഞാൻ ഈ കാറിൻ്റെ ഇതൊക്കെ മിനി ക്ലാസിക്കാണ്, വരെ പണ്ട് ഇറക്കിയ സാധനങ്ങൾ. അതിൻ്റെ ഹൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ നിൽക്കുമ്പോൾ ഏകദേശം മനസ്സിലാവും. എൻ്റെ ഇത്രേ ഉള്ളൂ. പക്ഷേ ഇതിൽ കയറി ഇരിക്കാൻ പറ്റും കേട്ടോ. സീറ്റൊക്കെ ബാക്കോട്ട് വെക്കേണ്ടി വരും. ചെറിയ വണ്ടി. ഇതാ എൻ്റെ കൈ വെച്ചാൽ തീർത്ത്. പൊളി. BMW ഇലക്ട്രിക്, പക്ക ഇലക്ട്രിക് സാധനം. ഞങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. ഓ മൈ ഗോഷ്, റോൾസ് റോയ്സ് ഗോസ്റ്റ്. ഏകദേശം 10-12 കോടി വില ഉണ്ട് ഇതിന്. ഏതാ ഇതൊക്കെ കാണാൻ പറ്റുന്ന വലിയ ഭാഗ്യം. ഇതിലും അടിപൊളി സാധനം ഇതാ സ്പെക്ട്ര ഇവിടെ ഉണ്ട്. ഇതൊക്കെ നല്ല റേറ്റുള്ള വണ്ടിയാണ്. ഓ മാൻ സീൻ. ഇതൊരു രക്ഷയില്ലാത്ത വണ്ടി കേട്ടോ. പിന്നെ ഗ്രില്ലൊക്കെ ഏതാ പൊളി. സ്പെക്ട്രേ എനിക്കൊന്ന് വരെ മോസ്റ്റ് എക്സ്പെൻസീവ് വണ്ടിയാണെന്ന് തോന്നുന്നു, പവർഫുൾ. ഉള്ളൊക്കെ ഏതാണ്, ഇൻറ്റീരിയറൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഒന്നും പറയാനില്ലല്ലോ, റോൾസ് റോയ്സ് അറിയാലോ. ബാക്കൊക്കെ സീൻ. നല്ല സൈസും ഉണ്ട് വണ്ടി. ഇതൊക്കെ വേറെ ഏതോ ഒരു വേൾഡിൽ പോയ പോലെ. ആർക്കിടെക്ചറൊക്കെ ഏതാ പൊളി, രക്ഷയില്ല. ഇപ്പോൾ നമ്മളിതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇതാ ഇവിടെ ബൈക്കിൻ്റെ ഒക്കെ കളക്ഷന്, 6000 ഒക്കെ. പിന്നെ അഡ്വഞ്ചർ. ഓ ഇതൊക്കെ സീൻ വണ്ടി. പിന്നെ അവിടെ കുറേ കാറുകളും. ഈ വഴിയൊക്കെ നമുക്ക് ഏതാ പൊളി. BMW. ഇതാണിപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു ഉൾവശം. ഇനി അപ്പുറത്ത് വേറെ ഉണ്ട്, അങ്ങോട്ടേക്കാണ് ഈ പോയിക്കൊണ്ട് നിൽക്കണേ. ഞാനൊന്ന് ഇതുവരെ ഈ ബൈക്കിലൊന്നും കയറിയിട്ടില്ല. ഫസ്റ്റ് ഇവിടുന്ന് കയറാൻ പോണേ, അതും BMW നാട്ടിൽ നിന്ന്. എൻ്റെ അമ്മോ, ഒരു ജങ്ക് വണ്ടി കേട്ടാ. ഓ ഞാൻ എത്ര കൊല്ലം അറിയാം ബൈക്ക് ഓടിച്ചിട്ട് ഇവിടെ. ഏതാ സീൻ സാധനം. ഇതൊക്കെ റോട്ടിൽ കിട്ടിയാണല്ലോ പറന്നിട്ട് പൊളി. ഇനി എൻ്റെ അടുത്തൊരു ഫേവറേറ്റ് ബൈക്കാണിതാ, BMW GS. ഇത് GS
1300 ഓ ഇതാണ് എൻ്റെ ഫേവറേറ്റ് വണ്ടി. അടിപൊളിയായിട്ട് ഇറ്റവരൊന്ന് പടയ്ക്കണം. ഇതാകുമ്പോൾ അഡ്വഞ്ചർ ഫീൽഡ് വരുന്ന വണ്ടിയൊക്കെ ഏറ്റവും ഇഷ്ടം. എന്ന് വെച്ചാൽ എല്ലാ റോഡിനും സ്യൂട്ടബിളാണ്, എങ്ങോട്ടും പറ്റും. ഇത് കംഫർട്ട് സാധനം. അതൊക്കെ കുറച്ച് ജങ്ക് സാധനമാണ്. നമ്മൾ ഗോൾഡ് വിങ് ഒക്കെ പോലെ നേരത്തെ കയറി സെറ്റ് സാധനം കേട്ടോ. കുറേ വണ്ടി ഉണ്ട്. ഇതാ അത്യാവശ്യം വലുതെന്ന് തോന്നാണ്. പിന്നെ കുറച്ച് ക്രൂസറൊക്കെ ഉണ്ട് ഇവിടെ, സ്ക്രാംബ്ലർ മാതിരി പൊളി. ഇതാ ഇവിടെ പോലീസുകാരുടെ വണ്ടിയും പോസ്റ്റ് ഓഫീസിലത്തെ വണ്ടിയൊക്കെ ബി എമ്മും ബെൻസൊക്കെ തന്നെ. അതിനിപ്പോൾ നമ്മൾ ആ ബിൽഡിങ്ങിലോട്ടാണ് പോകുന്നത്. ഈ പാലം കയറി അങ്ങനെ പുറത്തേക്ക്. ഇൻറ്റീരിയറൊക്കെ ഒരു രക്ഷയില്ല. ഇങ്ങനെ ആവണം ഒരു മ്യൂസിയമൊക്കെ. അപ്പോൾ ഇവിടെയാണ് ഈ ഫോട്ടോ എടുത്താൽ കറക്റ്റ് ആ ബിൽഡിങ് മൊത്തം കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഒരു 4 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. സെറ്റല്ലേ? നല്ല ആംബിയൻസ് കേട്ടോ, സെറ്റ് സംഭവം. ഇതാ അവിടെ കാണുന്ന കുറേ ഒരു ഷെഡ് പോലെ കണ്ടില്ലേ, അത് 1972 ഒളിമ്പിക്സ് നടന്ന ഈ മ്യൂണിക്കിൽ വെച്ചിട്ടാണ്. അത് ഇതിൻ്റെ പറയുന്ന പേരാണ് ഒളിമ്പിക്സ് പാർക്ക് എന്ന് പറയും. ഈ BMW സൈഡിൽ തന്നെയാണ് അത്. പിന്നെ ഇവിടെ പിന്നെ എന്താ കൺസേർട്ടൊക്കെ നടക്കുമ്പോൾ അതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടക്കാറ്. ഇപ്പോൾ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത് ടൈലർ സ്വിഫ്റ്റിൻ്റെ ഒക്കെ കൺസേർട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ഉണ്ടായേ, ജർമ്മനിയിൽ നിന്ന്. അങ്ങനെ വലിയ വലിയ പരിപാടികളൊക്കെ സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഇതാരും അന്ന് ഉണ്ടാക്കിയായിരിക്കുമല്ലേ? 72 ഉണ്ടാക്കിയ സംഭവമാണ്. പക്ഷെ അതിപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഓരോ പരിപാടിയൊക്കെ ആയിട്ട്. ഒളിമ്പിക്സ് നടന്ന സംഭവങ്ങളാണ് തൊട്ടപ്പുറത്താണ് ഇതിൻ്റെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതും. ഒളിമ്പിക്സ് നടന്ന സ്ഥലങ്ങൾ 1972 കേട്ടോ. എത്ര കൊല്ലേ? BMW മാനുഫാക്ചറിങ് പ്ലാന്റാണെന്ന് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഇതെന്തായാലും ശരിക്കും ഹാപ്പി ആയിട്ടോ. കാരണം ഇവിടെ വന്നൊരു ഇഷ്ടപ്പെട്ടൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോമൊബൈൽസ് കാര്യങ്ങളൊക്കെ തന്നെ. എനിക്ക് ഈ കാറ് ബൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസാണ്. അന്ന് കയ്യിലൊന്നും ഇല്ലെങ്കിലും കാണുന്നതും ഇതാക്കണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നപ്പോൾ ശരിക്കും കിട്ടി. എന്തായാലേ അപ്പോൾ അതിൻ്റെ മുന്നത്തെ ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ജസ്റ്റ് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ അവിടെ ഒളിമ്പിക്സിൻ്റെ ആ പരിപാടി, ആ ടവറൊക്കെ കണ്ടില്ലേ, അതെന്താ ടവറാണാവോ. ഈ ഏരിയയൊക്കെ എന്താ പൊളി. BMW മ്യൂസിയം. ഇതിൻ്റെ ഉള്ളിലും കാറുകളുണ്ടാവോ അറിയില്ല. ടവറൊക്കെ സെറ്റ്. ഇതൊക്കെ ഒരു 5 കൊല്ലം മുന്നേ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ ഇംപോസിബിൾ. പക്ഷെങ്കിൽ നമ്മൾ ട്രൈ ചെയ്താൽ നമുക്കിത് ഇവിടെയൊക്കെ വരാൻ പറ്റും. കാരണം ഇപ്പോൾ ഇതൊക്കെ കോമൺ ആയി. നാട്ടിലൊക്കെ ട്രെൻഡിങ് ആണ്, ജർമ്മനി യൂറോപ്പ് എന്നൊക്കെ. എന്തായാലും പറ്റുന്നവരൊക്കെ വരി, അല്ലാണ്ട് ഇപ്പോൾ എന്താ. ഇതൊക്കെ ഒന്ന് കാണുക. ഇവിടുന്ന് അതിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടുന്നുണ്ട്. നമ്മളിപ്പം കയറി ഇറങ്ങി. ജർമ്മനി ഗൈസ്, ജർമ്മനി. ഐ ആം ഇൻ ജർമ്മനി റൈറ്റ് നൗ. പിന്നെ ഒളിമ്പിക്സ് പാർക്കിലാണ് ഇതിൻ്റെ ഓപ്പണിംഗ് സെറിമണിയും ക്ലോസിംഗ് സെറിമണിയും ഒക്കെ നടന്നത്. പിന്നെ ഇപ്പോൾ അത് വേൾഡ് സ്റ്റാർസിൻ്റെയൊക്കെ ഓരോ പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്നത്. ഈ മരത്തിൻ്റെ അപ്പുറത്താട്ടോ ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഒളിമ്പിക്സ് പാർക്കിന് അത്രയും കുറേ സ്റ്റോറികളൊക്കെ ഉണ്ട്. അത് ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. അതിൻ്റെ ഉള്ളിലൂടെ കാണാം. ഈ ബാക്കിൽ കാണുന്ന ഇതാണ് ശരിക്കും മ്യൂസിയം. നമ്മൾ നേരത്തെ കയറിയത് അതിൻ്റെ BMW ഷോറൂമാണ്. അവിടേക്കാണ് എൻട്രി ഫീ ഇല്ലാത്തത്. ഇങ്ങോട്ട് 16 യൂറോ. ഇത് ശരിക്കും മ്യൂസിയം. നമ്മൾ ക്യാഷിലാണ് മെയിൻ ലക്ഷ്യം. അത് പോയില്ലെങ്കിൽ ഇന്നിനിപ്പോൾ പിന്നെ പരിപാടി നടക്കില്ല. അതിൻ്റെ ഫുള്ള് ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് എവിടെ ഇപ്പോൾ ജർമ്മനി നിൽക്കണേ. അപ്പോൾ അത് ആ ട്രെയിൻ മിസ്സായ പിന്നെ സീനാണ്. അപ്പോൾ 1 മണിക്കൂറോ നമുക്ക് സമയമുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ആ മ്യൂണിക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം, അങ്ങോട്ട് പോകണം. അങ്ങനെ ഇത് കയറാൻ സമയമില്ല. അപ്പോൾ 16 കൊടുത്തിട്ട് അത്രയും നേരം അതിൻ്റെ ഉള്ളിൽ കാണേണ്ടി വരും. അതിനത്ര സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ തിരിക്കുകയാണ്. ഇതാണ് മ്യൂസിയം കേട്ടോ. അതിൻ്റെ താഴെ 16 യൂറോ അഡൾട്ടിന് ടിക്കറ്റ്. ഇതാണ് കാസിലോട്ടുള്ള നമ്മളെ ട്രെയിൻ. ഫുസനിലേക്കാണ് ഈ ട്രെയിൻ. അവിടെ നിന്ന് ഒരു ബസ് പിടിച്ചിട്ട് പോകണം അങ്ങോട്ട് പോകാൻ. ഇത് ലൊട്ട ട്രെയിനാണ് കേട്ടോ. ഇവിടെ കമ്പാരിറ്റീവ്ലി എന്നാലും കയറിയിട്ട് പോകാം. 1 മണിക്കൂർ എങ്ങാനുണ്ട്. ഉള്ളിൽ കയറിയപ്പോൾ അത്ര സീനൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഗ്ലാസ്സിന് നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ നല്ല വ്യൂ ആയിരിക്കും പുറത്തേക്ക്. കാട്ടിക്കൂടെയൊക്കെ പോകാനുള്ളത്. നല്ല പാടത്തൂടെ ഇങ്ങനെ പോയിക്കൊണ്ടൊക്കെ. ഇങ്ങനത്തെ സ്ഥലങ്ങളാട്ടോ കൂടുതലും. നല്ല ട്രെയിൻ നല്ല ഗ്ലാസ് ഉണ്ട്, നല്ല വിഷൻ കിട്ടുന്നുണ്ട് പുറത്തേക്ക്. ഇതൊക്കെ ശരിക്കൊരു തായ്വാനം പോലത്തെ സ്ഥലം. സ്വിറ്റ്സർലാൻഡ് ഫീൽ. ചെറിയ ഗ്രാമവും വെയില്, അതുകൊണ്ട് അത്ര ക്ലാരിറ്റി ഉള്ളു. അതൊക്കെ അടിപൊളി സ്ഥലം. 2 സൈഡും ഉണ്ട്.
ട്രെയിനാണ്. പിന്നെ ഈ ഒരു ട്രാക്ക് മാത്രമാണ് പോകുന്നത്. ഇത് തന്നെ റിട്ടേൺ വരിക. കുറേ പശുക്കളുണ്ട്. നല്ല ഗ്രാമത്തിലൂടെ പോകുന്നത്. ശരിക്കും ഔട്ടറായിട്ടുള്ള ഒരു സ്ഥലമാണ്. എല്ലാ ഏരിയ ഒരേപോലെ ഉണ്ട്. ഇതൊക്കെ ഒരു ചെറിയൊരു ഗ്രാമം. കുറേ പശുക്കളൊക്കെ ആയിട്ട്. പിന്നെ ഏകദേശം 4-5 സ്റ്റോപ്പ് കൂടെ ഉള്ളു. ഏകദേശം എത്താനായി. എല്ലാം പോകുന്നത് നമുക്ക് അടുത്തടുത്ത സ്റ്റോപ്പുകളാണ്. ചെറിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ഒക്കെ ചെറിയ സ്റ്റേഡിയം പോലെ പോകുന്ന വയ്ക്കത്. അവിടെ ഹോട്ട് ബലൂണൊക്കെ പോണ സെറ്റ് സ്ഥലം കേട്ടോ. എന്താ ഭംഗിയെന്നറിയോ? ഞാൻ ഇത്ര അടിപൊളിയായിട്ടുള്ള ട്രെയിനിൽ ഞാൻ ഇതുവരെ പോയില്ല. ഇത്ര വ്യൂ കിട്ടണേ. അങ്ങോട്ട് നോക്കിയാൽ ഫുള്ള് അടിപൊളി. സിംഗിൾ ട്രാക്ക് ട്രെയിൻ ഉണ്ടാവും. അങ്ങോട്ട് മാത്രമേ ട്രെയിൻ പോകുന്നുള്ളൂ. അങ്ങോട്ടേക്ക് ഒന്ന് വേറെ സൈഡിലൂടെ എവിടെ ആയിരിക്കും ട്രാക്ക്. ആ ചെറുതായിട്ട് മുട്ടക്കുന്നൊക്കെ മാറിയിട്ട് അങ്ങോട്ടൊക്കെ വലിയ മലകളൊക്കെ കണ്ടു തുടങ്ങിയാണ്. ഏതാ ഏരിയയൊക്കെ സ്വിറ്റ്സർലാൻഡിലെ വീഡിയോ കാണും പോലെ ഉണ്ട്. എൻ്റെ പൊന്നോ, ഇവിടെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ജീവിക്കണം. അതിപ്പോൾ ചെറിയൊരു ഗ്രാമത്തിലേക്ക് എത്തി. അടുത്ത സ്റ്റേഷനാണ് ഇവിടെ. ഇതെനിക്ക് തോന്നുന്നു സ്വിറ്റ്സർലാൻഡ് ബോർഡർ എങ്ങനെയാണെന്ന് തോന്നണം. എന്താ രസം എന്നറിയോ? മൊത്തം ഷൂട്ട് ചെയ്ത് കാണിക്കണം എന്നുണ്ട്. ഫ്യൂച്ചറിൽ എനിക്ക് തന്നെ കാണാമല്ലോ. അത്രയ്ക്ക് അടിപൊളി സ്ഥലമോ. അത് വെച്ചാൽ ട്രെയിൻ പോകുന്നുണ്ടല്ലേ, ഒറ്റ ട്രാക്കായത്. അങ്ങോട്ടൊക്കെ മഞ്ഞുമലൊക്കെ കാണണല്ലോ പഠിച്ചനെ കാണണേ. വിൻ്റർ ജാക്കറ്റ് എടുത്ത് ഏതായാലും നന്നായി. നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് ഊട്ടിയിലെ ടോയ് ട്രെയിനൊക്കെ പോകുമ്പോലെ ഇത് പോകണം. അതിനിപ്പോൾ അടുത്ത സ്റ്റേഷൻ എത്തി. അവനല്ല മഞ്ഞുമലയൊക്കെ ഉണ്ടോ അവിടെ. അതിൻ്റെ ഒരു ബ്രിഡ്ജായി. ട്രെയിൻ ഇങ്ങനെ വളഞ്ഞിങ്ങനെ പോകുന്നു. അപ്പോൾ ട്രെയിൻ അങ്ങോട്ടേക്ക് തിരിയും. ഇതൊക്കെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫീലാണ്. എന്താ ഭംഗി. ഗ്രാമത്തിൻ്റെ സൈഡിലൂടെ അവിടെയൊക്കെ നോക്കിയാൽ റോഡ്, ഒരു ചെറിയ വീടൊക്കെ പോലെ സെറ്റപ്പ്. പൊളി. അതിൻ്റെ ഫ്രണ്ടിൽ കാണാനാണ് അടുത്തൊരു റെയിൽവേ സ്റ്റേഷന്. ആ ഒരു ട്രെയിൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ആ മഞ്ഞുമല. പൊളി തന്നെ. ബേക്കിലെ മല ഇതൊക്കെ കാണുമ്പോൾ എന്താ രസം. ഏകദേശം എത്താനായി. ഒറ്റ സ്റ്റോപ്പ് കൂടിയേ ഉള്ളൂ. ഞാൻ നേരത്തെ കണ്ട ഹോട്ട് ബലൂൺ അത് മുകളിലെത്തി. അതേപോലെ ഒരു കുന്നിൻ്റെ മുകളിലായിട്ട് ഈ കാസിൽ വരുന്നത്. അങ്ങോട്ടേക്ക് ട്രക്ക് ചെയ്ത് കയറേണ്ടി വരും. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് കുറച്ച് ബസ്സിൽ പോകാനുണ്ട്. അടുത്ത സ്റ്റോപ്പാണ്. എന്തായാലും ഈ ഏരിയയൊക്കെ എന്താ രസം. അവിടെ ഒരു അത്യാവശ്യം വലിയൊരു ടൗൺ. റോഡും ഉണ്ട്, മെയിൻ റോഡ്. ഇതൊക്കെ ശരിക്കും ജർമ്മനീൻ്റെ ഔട്ടറാണ്. അടിപൊളി വ്യൂ ആണ് ഫുള്ളിൽ, രണ്ട് സൈഡും. ഇത്രയും വലിയ കുന്നും മലയൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴാണ് അറിയണേ ജർമ്മനിയിലൊക്കെ. അത്ര ഹൈറ്റിലാണ് അതൊക്കെ. പിന്നെ ഓ മൈ ഗാഡ്, ഒരു ലേക്ക് ഇതാ, സെറ്റ് ലേക്കോ. അതിൻ്റെ അപ്പുറത്ത് ഇതാ ഒരു ചെറിയ ടൗണ്. പിന്നെ ഫിലിമിലൊക്കെ കാണും പോലെ. ഇവിടെയൊക്കെ എത്രയും മുട്ടക്കുന്നുണ്ടെങ്കിലും ഒരു ഇല പോലും ആ മുട്ടക്കുന്നിലൊന്നും കാണുന്നില്ല. ഐ മീൻ ഒരു വേസ്റ്റോ അങ്ങനത്തെ ഒന്നുമില്ല. എന്താ വൃത്തിയെന്നറിയാം. ഞാൻ അതാണ് ആലോചിക്കുന്നത്. അതൊക്കെ ഇങ്ങനെ അത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇത്രയും ഏരിയയൊക്കെ. അപ്പം നമ്മളിതാ ലാസ്റ്റ് സ്റ്റോപ്പ് എത്തി. അതൊരു ഗ്രാമമാണ്, ഫ്യൂസൻ എന്ന് പറയും. റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
your journey with the BRB. We say goodbye and wish you a pleasant day. Fusion. Ausstieg rechts. മണാലിക്ക് എത്തിയ ഫീല് നല്ല തണുപ്പുണ്ട് പുറത്ത്. അങ്ങനെ മ്യൂണിക്കിൽ നിന്ന് ഏകദേശം 1.25 മണിക്കൂർ യാത്ര ചെയ്തിട്ട് നമ്മൾ ഫ്യൂസ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇതൊരു ട്രെയിനിൻ്റെ എൻഡാണ്. പിന്നെ ഞാനിപ്പോൾ ജർമ്മനിയിൽ യാത്ര ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ട്രെയിൻ റൂട്ട് എന്ന് തന്നെ പറയാം. ആ വീഡിയോ കണ്ടാൽ തന്നെ അങ്ങ് മനസ്സിലായി. ഞാൻ ഒരു വിധമൊന്നും കവർ ചെയ്തില്ല, കുറേയൊക്കെ ഞാൻ നോക്കി നിന്ന്. അത്ര അടിപൊളി. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. എന്താ അറിയോ, ശരിക്കും ഒരു സ്വിറ്റ്സർലാൻഡൊക്കെ നമ്മൾ വീഡിയോ കാണൂല, അതേ ഒരു ഫീലായിരുന്നു. ഫുള്ള് കുഗ്രാമും അതും ഇതൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ അവിടെ തന്നെ ബസ് സ്റ്റാൻഡ് കാണുന്നുണ്ട്. ഒന്ന് ബസ് കയറിയിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. അതിൽ ഒരു രക്ഷയില്ല. അതായത് ബെസ്റ്റ് റൂട്ട് ട്രെയിൻ റൂട്ട് ഐ ഹാവ് എവർ ട്രാവൽ, അങ്ങനെ തന്നെ പറയാം. എന്താ യൂറോപ്പിലും ഇന്ത്യയിലൊക്കെ ആയിട്ട്. ഇതാണ് നമ്മൾ വന്നപ്പോൾ ട്രെയിൻ. ഇതിനിപ്പോൾ മ്യൂണിക്കിലോട്ട് തന്നെ തിരിച്ചു പോവുക. റെയിൽവേ സ്റ്റേഷൻ അതാ ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്, സുവനീഴ്സൊക്കെ ഉണ്ട്. ആ കാസിലാണ് ഈ കാണുന്നത്. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇതാണ് ഇവിടുത്തെ ഒരു സ്ട്രീറ്റ്. ഞങ്ങൾ മെല്ലെ അങ്ങോട്ടേക്ക് കാസിലിൻ്റെ അടുത്തേക്ക് പോകട്ടെ. അതൊരു ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിന്ന് ബസ് പിടിക്കണം. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കാസിലിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കാം. സ്വിറ്റ്സർലാൻഡ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ടിക്കറ്റ് ചെയ്ത് തന്നെ മതി. ബസ്സിന് ഒരു സീനും ഇല്ല. നല്ല റൂട്ടും ചെറിയൊരു സിറ്റി ആട്ടോ, നല്ല വൃത്തിയുള്ള. അങ്ങോട്ട് തന്നെയിപ്പോൾ 4-5 സ്റ്റോപ്പ് പോകാനുണ്ട്. ബസ് ഇതാ നല്ല കിടില സ്ഥലത്ത് നിർത്തിയിട്ട് അവിടെ ഇത്രയും ആൾക്കാർ വന്നതാണ്. ഞാൻ കാസിൽ ഞാൻ കാണിച്ചിട്ടതാ. അവിടെയാണ് കാസിൽ. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് കയറണം അങ്ങോട്ടേക്ക്. പിന്നെ ഇവിടുത്തെ പഴയ ഓൾഡ് വീടുകൾ, സ്ട്രീറ്റൊക്കെ എന്താ അടിപൊളി. ആൽപ്സ് പർവ്വതനിരകളാണ് ഇതൊക്കെ. പിന്നെ ഓസ്ട്രിയ ആൻഡ് എന്താ പറയുക, സ്വിറ്റ്സർലാൻഡ്, ലൈക്കൻസ്റ്റൈൻ ഒക്കെ ഏകദേശം അടുത്താണ് ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ ഇത്ര അടിപൊളി പിന്നെ സ്ഥലങ്ങൾ കണ്ടത്. കണ്ടില്ല ഇങ്ങോട്ടൊക്കെയുള്ള ബിൽഡിങ്ങൊക്കെ ഏതാ പൊളിയ. മരങ്ങളൊക്കെ കണ്ടില്ല, മലകൾ, ആൽപ്സ് പർവ്വതനിരകൾ. കാച്ചിലതാ അവിടെ. പിന്നെ അവിടെ കുറേ പാരച്യൂട്ടിൽ ആൾക്കാർ പറന്ന് കിടക്കുന്നത്. ഏതായിരിക്കും അതൊക്കെ വ്യൂ. പൊളി. സിറ്റിയും അടിപൊളി. വന്നപ്പോത്തിന് 5 മണിയൊക്കെ ആയി. ഇവിടെ കുറച്ച് നേരത്തെ വന്നാൽ അത് മൊത്തം എക്സ്പ്ലോർ ചെയ്യാം. അതുകൊണ്ട് ഇവിടെ കുതിരസവാരിയൊക്കെ ഉണ്ട്. ഇതാ അടിപൊളിയായിട്ട്. അതിലൊക്കെ മുകളിലേക്ക് പോകലുണ്ടാവില്ല. ഇതിലൂടെ ജസ്റ്റ് ഒന്ന് ചുറ്റാനായിരിക്കും. അങ്ങോട്ടേക്ക് കയറാനുള്ള വഴി, ചെറിയ വഴി. ഇത് കാട്ടിക്കൂടെയൊക്കെ കയറി പോകണം. ഗ്യാസിൽ പോകണമെന്ന് കാണുന്നില്ല. ഇതന്നെ വഴി. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇതൊക്കെ സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു സൈഡായിരിക്കുന്നു. അതേപോലെ ഇത് മാപ്പ് നോക്കിയപ്പോൾ സുറിക്കൊക്കെ ഏകദേശം അടുത്താണ്. പിന്നെ ലൈക്കൻസ്റ്റൈൻ, ഓസ്ട്രിയ ബോർഡറാണ് ഈ സംഭവം ഇത്. പിന്നെന്താണ്, അതുകൊണ്ട് അവിടെ ജർമ്മനി ഭയങ്കര ഔട്ടറാണ്. അതുകൊണ്ട് നല്ല രസമായിരുന്നു ഇങ്ങോട്ട് വരുന്നത് കാണാനൊക്കെ. ഞാൻ പിന്നെ ഇത് തന്നെ പറയണേ. എന്തായാലും ജർമ്മനിയൊക്കെ ഉള്ളവരെന്തായാലും വരേണ്ട ഒരു സ്ഥലം, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഈ സ്ഥലത്തിനെ പറ്റി അങ്ങനെ കേട്ടിട്ട്. എൻ്റെ അമ്മ, ഇത് കുറേ കുത്തന് കയറാനുണ്ട്. മുകളിലെത്തുമ്പോഴൊക്കെ ഒരു വരിവാകും. എന്തായാലും മുകളിൽ കയറും. എൻ്റെ കഥപ്പ് ശരിക്ക് കേൾക്കാം. പകുതി കയറിയിട്ടുള്ളൂ. ഇനിയുണ്ട്. എത്ര ഉണ്ട്? മുഹമ്മദൊക്കെ ചത്ത്. ഞാനും വരും മാത്രമേ പോകുന്നില്ലോ. അതെ അമ്മേ, നല്ല ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. കയറണേ ഞങ്ങളുള്ളൂ എന്ന് തോന്നണം. ഓ ഏകദേശം എത്തിയെന്ന് തോന്നണം. ഓ അപ്പോൾ കുറച്ച് പരന്ന റോഡ് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ കാസിലിൻ്റെ അടുത്തല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ പോകുന്നുണ്ട്. അവിടെയാണ് കയറാൻ ഉദ്ദേശിക്കണേ. അവിടെ കയറിയാൽ കാസിൽ നമുക്ക് ലോങ് നല്ല വ്യൂവിൽ കാണാം. അപ്പോൾ ആ സ്ഥലം പോയി നോക്കണം. നമ്മളങ്ങനെ അതിൻ്റെ ടോപ്പിലെത്തി. അവിടെ കുറച്ച് റെസ്റ്റോറൻറ്റുകളും കടകളും ഒക്കെ ഉണ്ട്. കാസിലെവിടെ? കുറച്ച് വണ്ടികളൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഓ കാസിൽ ഇതാ അവിടെ. പൊളി. ഇത് അതിൻ്റെ മുകളിലുള്ളൊരു വിൻറ്റേജ് ഓൾഡ് ബീവറേജ്. കൊള്ളാം. അത്യാവശ്യം ഒരു വ്യൂ ഉണ്ട്. അവിടെ ലേക്കും അതേപോലെ ചെറിയ
സ്വിറ്റ്സർലാൻഡ് ടച്ച്. ആ ലേക്കോ എന്താ രസം. ഇതൊരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ക്യാമറയിൽ അത്രത്തോളം എഫക്റ്റീവ് അല്ലേ ഇത്, കണ്ണുകൊണ്ട് കാണുമ്പോൾ അല്ലേ. മൊത്തത്തിൽ അങ്ങനെ ക്യാമറ ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടാവില്ല. ആ ലേക്കൊക്കെ കാണാൻ എന്ത് രസം. എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങി വരിക. അതൊക്കെ കൊടൈക്കനാലൊക്കെ കയറും പോലെ ഉണ്ട്. അങ്ങനെതാ അവിടെ നിന്ന് വേറൊരു ക്ലിയർ വ്യൂ കിട്ടുന്നിടത്തേക്ക് വന്നതാ. എൻ്റെ പൊന്ന് എന്താ ഭംഗി, അടിപൊളി. അവിടുന്ന് കുറച്ചുകൂടി നല്ല വൃത്തി കാണാം. എന്തായാലും ഈ താഴത്തുനിന്ന് ട്രക്ക് ചെയ്ത് വന്നിട്ടുള്ള ഈ വ്യൂ ഇല്ലേ, ഇത് വർത്താണ്. പിന്നെ കാശിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ഏതായാലും അടിപൊളി കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു യൂറോപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു വ്യൂ കണ്ടില്ല. നല്ല സെറ്റ്, വർത്തിറ്റ്. കാശിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. ഇവിടെ കുറച്ച് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ പോലെ, ഗ്ലാസ് സൈഡിലേ ഉള്ളൂ. അങ്ങോട്ട് ആ പർവ്വത നിരകൾ, ആൽപ്സ്. എന്ത് ഹൈറ്റായത്. താഴോട്ട് നോക്കുമ്പോൾ പേടിയാണ്. ഗ്ലാസും വെള്ളച്ചാട്ടം. ഇതാ അവിടെ വെള്ളച്ചാട്ടമാണ്. ഇതാണ് ആ കാസിൽ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. കോർണറിൽ ഫോൺ താഴോട്ട് പോയില്ലേ. ഇത് നേരിട്ട് കാണുമ്പോഴാണ് അവരിത് കിട്ടണേ. വീഡിയോയിൽ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ നടന്ന് ഇതിൻ്റെ താഴേക്ക് പോവാണ്. നല്ല സൈസ് തന്നെ കേട്ടോ, ലോങ് കാണുമ്പോൾ ഒന്നുമല്ല. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു നല്ലൊരു വ്യൂ ഉണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ നോക്കട്ടെ. ക്ലോസ് ആണോന്ന് അറിയില്ല. ഇതിൻ്റെ താഴെ എത്തിയപ്പോഴാണ് താഴോട്ടുള്ള ഒരു വ്യൂ ആണ്. എൻ്റെ പൊന്ന്, കറക്റ്റ് ആ സൂര്യൻ അവിടെ അടിക്കുന്നതുകൊണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഈ ന്യൂക്വാൻസ്റ്റൈൻ കാസിലിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇത് 1886 കംപ്ലീറ്റ് ചെയ്തത്. ഇത് എന്താ പറയുക, കിങ് ലോഡ്വിങ് രണ്ടാമന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സാധനം, കൺസ്ട്രക്ട് ചെയ്തതാണ്. ഇത് കാസിലോട്ടുള്ള എൻട്രൻസ് ആണെന്ന് തോന്നുന്നത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് പോകണ്ടേ. ഞാൻ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. എൻ്റെ പൊന്നോ, അങ്ങോട്ടൊക്കെ ഏതാ രസം. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ഇതിൻ്റെ മറ്റേ വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ആ പാലസിൻ്റെ, ആ കാസിലിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു വഴിയുണ്ട്. ഇതിലൂടെ അങ്ങനെ പോയാലേ കാണുള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് പോയാൽ പെട്ടെന്ന് ഇറങ്ങി പോരാ. താഴോട്ട് അത്രയും കുറേ കയറിക്കണ്, ഒക്കെ താഴോട്ട് ഇറങ്ങണം. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കറക്റ്റ് താഴെ എത്തി. സൂര്യൻ കറക്റ്റ് അതിൻ്റെ മുകളിലേക്ക് അടിക്കണേ. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ ആ പാലത്തിന്മേൽ പോകണം. അതൊക്കെ ശരിക്കും കാട് കേട്ടോ, കാട്ടിലൂടെ ഒരു വഴി. ഇതെൻ്റെ ഒരു വൺ സൈഡ് ഒരു വ്യൂ. അതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറാൻ 21 യൂറോ. പക്ഷെ നമുക്ക് മറ്റേ വ്യൂ പോകും, അതുകൊണ്ട് കയറാനൊന്നും സമയമില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ വേറൊരു വ്യൂ പോയിൻറ്റിലോട്ട് പോയിക്കൊണ്ട് നിൽക്കുക. അവിടെ ഫ്രണ്ടിൽ മഞ്ഞുമലകളൊക്കെ കാണുന്നുണ്ട്. വോയിസിൽ കുറേ കഥപ്പുണ്ടാവും, അത് നടന്ന് കയറുന്നതുകൊണ്ടാണ്. അപ്പോൾ താഴെയൊക്കെ അടിപൊളി സിറ്റിയൊക്കെ, ചെറിയൊരു ടൗണ്. അവിടെ വേറെയും കാസിലടാ. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നേ. അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നേ. അവിടെ വേറെയും കാസിലുണ്ട്. ഏതായാലും സൺസെറ്റ് ആവാനായില്ലേ. അതേപോലെ ഇങ്ങോട്ടുള്ള വ്യൂ ഗംഭീര വ്യൂ, അടിപൊളി. ഇതൊരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. അവിടെ കാസിലും നൈസ്. എല്ലാം ഇവിടേക്ക് വരാൻ പറ്റിയില്ല, ഞാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം ജർമ്മനി മുന്നേ വന്നെങ്കിൽ ഈ സ്ഥലമൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടേക്ക് വരാൻ പറ്റി. ഐ എം വെരി ഹാപ്പി. പിന്നെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നല്ല കതച്ച് സീനായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അതൊക്കെ പോയി. ഈ വ്യൂ കണ്ടാണ്ടല്ലോ എല്ലാം മറക്കും. കാരണം അത്രയ്ക്ക് ഉണ്ട് ഇത്, അത് മാത്രം ഉണ്ട്. പോരാത്തതിന് ആ സൺസെറ്റിൻ്റെ സമയം ആ ഗോൾഡൻ ആവും കുറച്ചുകൂടി കഴിഞ്ഞാൽ. എന്നാലും ഐ എം വെരി ഹാപ്പി. അങ്ങനെ ഇവിടുന്ന് മെല്ലെ തിരക്കാണ്. നല്ല വ്യൂ കണ്ടിട്ട് അങ്ങോട്ട് കുറച്ചുകൂടി പോകാനുണ്ട്. ഇതിപ്പോൾ എൻ്റെ ടോപ്പിലെത്തി. നമ്മൾ കുറച്ചുകൂടി കയറി നമുക്ക് ആ വ്യൂ കിട്ടും.
അപ്പോൾ ആ സൂര്യൻ്റെ ആ ഗോൾഡൻ ലൈറ്റ് വരുമ്പോൾ നല്ല രസം. ഏതാ വഴിയൊക്കെ പൊളി. അപ്പോൾ നമ്മൾ ആ വ്യൂ കിട്ടണ ആ ബ്രിഡ്ജിലെത്തി. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ താഴെ ഫുള്ളാലേ നദിയാ, വെള്ളച്ചാട്ടം ഇതൊക്കെ ആയിട്ട്. അവിടുന്ന് ആ വ്യൂ ഞാൻ കാണിച്ചു തരാം. കുറേ ആൾക്കാർ ലോക്കൊക്കെ ഇട്ട് പോയാണ് അവിടെ. ഫൈനലി വി ആർ ഹിയർ. അതാണ് നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇന്നത്തെ. കണ്ടോണേ വ്യൂ. എൻ്റെ മോനെ, അയ്യോ പാലിളക്കുന്നതാ. ഇതാണ് ആ വ്യൂ. ന്യൂസ്കോൺസ്റ്റൈൻ കാസിൽ. ഓ, ഈ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 4-5 കിലോമീറ്റർ ഇപ്പോൾ ട്രെക്ക് ചെയ്തത്. എനിക്കാണെങ്കിൽ ഈ അറ്റത്തേക്ക് പോകുന്ന പേടിയാണ്. ഞാൻ കാണിച്ചു തരാം. നല്ല താഴ്ചയുണ്ട്. പിന്നെ ബാക്കിലത്തെ വ്യൂയും സെറ്റ്. ഇപ്പുറത്തെ സൈഡ് നല്ല ചെറിയ വെള്ളച്ചാട്ടമൊക്കെ അതാ. ഈ ഫോണ് സത്യമായിട്ട് പേടിയാണ്. അവിടെ എന്താ ഗുഹേ. പിന്നെ ഇങ്ങോട്ടേക്കൊക്കെ നല്ല ഇലകളൊക്കെ മറ്റേ മഞ്ഞ കളറായാലും തുടങ്ങി. ഓട്ടം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആ പാലത്തുമ്പോൾ അത്രയും ആൾക്കാരുണ്ട്. ഓ, ഇതാണ് ഒരു രക്ഷയില്ലാത്ത. എന്താ രസം. ഒക്കെ കറക്റ്റാണ്. നമ്മൾ കറക്റ്റ് സമയത്ത് വന്നോണ്ടേ ഈ സൺസെറ്റിൻ്റെ ഇത് കാണാൻ പറ്റിയില്ലേ. ഓ, പോയിന്റ് വ്യൂ ആയതാ. അതൊക്കെ ഉപായം കൊണ്ട് ഗുണം ഉണ്ടായില്ലേ. പിന്നെ അല്ല, വെർത്ത്. ഞാൻ ഈ പാലത്തിൻ്റെ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. ഒരു പേടിയാവുന്ന സംഭവം. ഈ മരമൊക്കെ ഇളകി കളിക്കുന്നുണ്ട്. നമുക്ക് ഈ നടക്കുമ്പോൾ ശരിക്കും പേടിയാവുന്നുണ്ട്. ഇതിങ്ങനെ ഇളകുന്നുണ്ട് നല്ലപോലെ. എനിക്ക് അല്ലേ തന്നെ ഹൈറ്റ് പേടിയാ. അതിലേക്ക് ഇതോടെ പൊളിയല്ലേ. വീഡിയോഗ്രാഫർ തന്നെ വരച്ചിട്ടായിരുന്നു. ആ കാണിച്ചു കൊടുത്താൽ അങ്ങോട്ട്. അവിടെ പാരച്യൂട്ടിലൊരാൾ മുകളിൽ. എൻ്റെ മോനെ സീന്. എന്തായാലും ഈ ഒരു വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കാണാനായിട്ട് അപ്പോൾ 4 മണിക്കൂർ റൂമിൽ നിന്ന് പോന്ന്. പിന്നെ വന്ന ട്രെയിനും എല്ലാം സെറ്റായിരുന്നു. ജർമ്മനിയിലുള്ളവരൊക്കെ എന്തായാലും വരേണ്ട ഒരു സ്ഥലം. ഞാൻ മസ്റ്റ് വിസിറ്റായിട്ട് ഞാൻ പറയുന്നു. എന്നാലും ഒന്നും കൂടെ ഇതിൻ്റെ കാസ്റ്റിലെ വീഡിയോ ഒന്ന് എടുത്ത് വെക്കട്ടെ. ഇതൊക്കെ ഇനി ഏത് കാലം വരാനാണ് എനിക്കറിയില്ല. സെറ്റ് എന്തായാലും. ഇപ്പം നല്ല തണുപ്പ് തുടങ്ങിയാണ്. പിന്നെ ഈ സീസൺ ആയതുകൊണ്ട് അത്ര ഭംഗി. ചിലപ്പോൾ വിൻ്ററിലൊക്കെ ഈ ഇലകളൊക്കെ പോയിട്ട് ഇത്ര ഭംഗി ഉണ്ടാവില്ല. എന്തായാലും ഇന്ന് ജർമ്മനിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ കാസിൽ വരുന്നതായിരുന്നു. അതിപ്പോൾ എന്തായാലും സാധിച്ച്. അതെന്തായാലും വെർത്തായി. കാരണം 4 മണിക്കൂർ ട്രെയിനിൽ ഇരുന്നെങ്കിലും ആ ട്രെയിൻ യാത്ര അടിപൊളിയായി. ഇവിടെ വന്നപ്പോൾ ഈ വ്യൂ കണ്ടില്ലേ, അടിപൊളി. ഒന്നും പറയാനില്ല. ഇതൊക്കെ കാരണം ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ ഇത് ഇവിടെയൊക്കെ വന്നതിൽ. കാരണം ഇതൊന്നും അങ്ങനെ കോമൺ ആയിട്ട് ആരും വരാത്തൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. ഞാൻ റയറായിട്ടൊരു ഫോട്ടോ കണ്ടപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ കണ്ടതാണ്. എന്തായാലും വന്നത് അടിപൊളിയായി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് ഇങ്ങനെ പോവാം. ഞാനിങ്ങോട്ട് വന്ന വീഡിയോ മിക്കവാറും ഒരു വീഡിയോ ആയിട്ടായിരിക്കും ഇടുക. അപ്പോൾ അങ്ങനെ കാണുന്നതായിരിക്കും നല്ലത്. എന്താ പറയുക, അത്യാവശ്യം കാണാനുണ്ട്. ഞാൻ കുറേ ഷോട്ടും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് സെറ്റാക്കാം. അങ്ങനെ എന്തായാലും ഇവിടുന്ന് പോവാണ്. എൻ്റെ ഈ കാസിലോട്ട് വന്നതിനുള്ള വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോസിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.